ഹലോ ഫ്രണ്ട്സ്, എന്നോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് പോയിന്റുകൾ ഉപയോഗിച്ച് സിവിൽ 3D പോളിലൈൻ വേഗത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നതും കൂടാതെ 3D പോളിലൈൻ ഉപയോഗിച്ച് സർഫസ് ക്രിയേറ്റ് ചെയ്യുന്നതുമാണ് ഇന്നിവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. 3D പോളിലൈൻ ഉപയോഗിച്ച് സർഫസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ സ്റ്റോക്ക് ഫയൽ വോളിയം കാണുന്ന സമയത്താണ്. അതിലേക്ക് നമുക്ക് പോകാം. സാധാരണ ആദ്യ വീഡിയോകളിൽ ചെയ്തതുപോലെ തന്നെ നമ്മൾ CSV ഫയൽ ഇമ്പോർട്ട് ചെയ്താണ് ഇത് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗത്തിൽ ചെയ്തു പോകുന്നു. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോ റെഫർ ചെയ്താൽ. ഓക്കെ, നമുക്ക് പോയിന്റ് ഇമ്പോർട്ട് ചെയ്യാം. പോയിന്റ് ഫ്രം ഫയൽ പ്ലസ് CSV ഫയൽ, ഞാൻ എൻ്റെ CSV ഫയൽ പോയിന്റ് ഈസ്റ്റിങ് നോർത്തിങ് പോയിന്റ് ഗ്രൂപ്പ് NGLS എന്ന രീതി. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ വേഗത്തിൽ പോളിലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് സിവിൽ 3D നോക്കാൻ പോകുന്നത്. ആട്ടോക്കാട് പോലെ തന്നെ PL എൻ്റർ പോളിലൈൻ, PL എൻ്റർ. അതിന് ശേഷം പോയിന്റുകൾ ജോയിൻ ചെയ്ത് ലൈൻ വരയ്ക്കാനാണെങ്കിൽ അപ്പോസ്ട്രഫി PO. അതിനുശേഷം ഏത് പോയിന്റ് ആണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്യുക. 11, 8, 6, 12, 11 ഇങ്ങനെ പോയിന്റുകൾ സെലക്ട് ചെയ്ത് പോളിലൈൻ വരയ്ക്കുന്ന രീതിയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കൂട്ടം പോയിന്റുകൾ കണക്ട് ചെയ്ത് എങ്ങനെ പോളിലൈൻ വരയ്ക്കാമെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സെയിം തന്നെ PL എൻ്റർ അപ്പോസ്ട്രഫി PN കമാൻഡ്. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്പറുകൾ എൻ്റർ ചെയ്യും. നമുക്ക് പോയിന്റ് നമ്പറുണ്ട്, ആ പോയിന്റ് നമ്പറുകൾ എൻ്റർ ചെയ്യും. എനിക്കിവിടെ വേണ്ടത് 1 to 10, 1,10. അതിനുശേഷം എനിക്ക് കണക്ട് ചെയ്യേണ്ട പോയിന്റ് 15 to 20, 15,20. ഇങ്ങനെയാണ് പോയിന്റുകൾ കണക്ട് ചെയ്ത് വേഗത്തിൽ ലൈൻ വരയ്ക്കുന്നത്. ഇനിയാണ് നമ്മൾ ഈ വീഡിയോ മെയിൻ പാർട്ടിലേക്ക് പോകുന്നത്. 3D പോളിലൈൻ ഉപയോഗിച്ച് എങ്ങനെ സർഫസ് ക്രിയേറ്റ് ചെയ്യും. അതായത് നമ്മൾ ഓട്ടോകാഡ് ഇതേപോലെ തന്നെ സെയിം കമാൻഡ് 3DPOLY എൻ്റർ. അതിനുശേഷം എനിക്ക് ഈ സർഫസ് ആണ് വേണ്ടത്. ഔട്ട്സൈഡ് പോയിന്റ് കണക്ട് ചെയ്തുള്ള ബേസിക് സർഫസ് ആണ് ഞാൻ നോക്കുന്നത്. ബേസിക് സർഫസ് സാധാരണ സ്റ്റോക്ക് ഫയൽ വോളി എടുക്കാൻ നേരത്താണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട്. ബേസിക് സിവിൽ 3D യൂസർ എന്ന രീതി. ഓക്കെ, എനിവേ കണക്ട് ചെയ്തു. ഇതൊരു 3D പോളിലൈനാണ്. നമ്മൾ ഇനി ഇതിനെ സർഫസ് ഉണ്ടാക്കി. ഈ കണക്ട് ചെയ്ത എലിവേഷനുകളെ വെച്ച് നമ്മൾ സർഫസ് ഉണ്ടാക്കി. ഈ സെൻറ്ററിലുള്ള പോയിന്റുകളൊന്നും ഇതിന് ബാധകമല്ല. ഓക്കെ, ഈ കണക്ട് ചെയ്ത പോയിന്റുകളെ ഉപയോഗിച്ച് നമ്മൾ സർഫസ് ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ സെൻറ്ററിൽ ലെഫ്റ്റ് സൈഡിലുള്ള ടൂൾ സ്പേസ് ഡയലോഗ് ബോക്സിൽ സർഫസിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് സർഫസ്. ഞാനതൊരു നാച്ചുറൽ ഗ്രൗണ്ട് NGL. ഓക്കെ, അപ്പോൾ അവിടെ സർഫസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സർഫസിൻ്റെ പ്ലസ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. NGL ക്ലിക്ക് ചെയ്ത് ഡെഫിനിഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരുപാട് ഓപ്ഷൻ ഇവിടെ വരുന്നത് കാണാം. അതിനകത്ത് നമ്മൾ കോണ്ടൂർ എന്ന് സെലക്ട് ചെയ്യുക. കോണ്ടൂർ സെലക്ട് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ്. ഓക്കെ, ഈ ഡയലോഗ് ബോക്സ് ഓക്കെ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ 3D പോളിലൈൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ വരച്ച 3D പോളിലൈനെ ബേസ് ചെയ്ത് ഇവിടെ ഒരു സർഫസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിന്
ഇതിവിടെ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ സർഫസ് സ്റ്റൈൽ ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പ്രോപ്പർട്ടിക്കകത്ത് സർഫസ് സ്റ്റൈല് ഞാനിപ്പം കോണ്ടൂർ ആൻഡ് ട്രയാങ്കിൾ ആക്കും. ഇതാണ് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത്, ഇത് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് 3D വ്യൂ ആണെന്ന്. ഇതാണ് 3D പോളിലൈൻ ഉപയോഗിച്ച് സർഫസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റോക്ക് ഫയൽ വോളിയം കാണാൻ നേരത്ത് ബേസിക് സർഫസ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഗേസ് സർഫസ് നാച്ചുറൽ